എല്ലാം കൂടി 1000 രൂപ കൂടുതൽ കിട്ടാനുണ്ടമ്മേ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാന്ന് നാട്ടുകാർ പറഞ്ഞെങ്കിലും മുഖം നോക്കാതെ കടം കൊടുക്കുന്ന സ്വഭാവമായിരുന്നു നിന്റെ അച്ഛൻ്റെ. ഇപ്പൊ മനസ്സിലായില്ലേ? ചെരുപ്പിന്റെ വാർമർ പൊട്ടിപ്പോയടാ. വീട്ടിലെ ബിസിനസ് പോരാഞ്ഞിട്ട് ചിലവര് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പാവം ആ അമൃതം പൊന്നമ്മയുടെ കാര്യ കഷ്ടം. അമൃതം പൊന്നമ്മ വെരി ഓൾഡ് ആയി പോയില്ല ചേട്ടാ. അതിനല്ലടാ പുതിയത് ഇറങ്ങിയത്. ഞാനാണ് ഉർവശീന്റെ അമ്മ, ഞാനാണ് രമ്പാന്ന് മോള്, രണ്ടും താടകയാണ്. ഓരോരുത്തരുടെ യോഗം. ആ നടക്കട്ടെ നടക്കട്ടെ, നമ്മൾ പറഞ്ഞിട്ട് എന്താണ് CBI കാര്യം? നടക്കട്ടെ. ചേട്ടാ ഞാൻ പോയി നോക്കിട്ട് അത് ഓക്കേച്ചും വാ പോകും. അമ്മിണിക്കുട്ടി എന്നല്ലേ പേര്? എന്നോട് എന്തിനാണ് വെറുപ്പ് കാട്ടുന്നത്? ഞാൻ ഒന്നും അറിയാതെ വന്നു കയറിയവളല്ലേ. അമ്മിണിക്കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വേദനയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും ഞാൻ എല്ലാം അറിഞ്ഞു. എന്റെ ഭർത്താവ് ചെയ്ത തെറ്റിന് ഞാൻ അമ്മിണിക്കുട്ടിയോട് മാപ്പി ചോദിക്കുന്നു. ഞാനും ഒരു സ്ത്രീയല്ലേ. എന്നാലും എന്റെ കേശവൻകുട്ടി, നിന്റെ പെണ്ണിൽ നിന്ന് ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചല്ല. കുടുംബത്തിൽ പിറന്ന കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരും അമ്മച്ചിമാരും കുളിക്കുന്നത് ഞാൻ ദിവസവും നോക്കിക്കൊണ്ട് നിൽക്കുന്നവനാണ്. അവരോടൊന്നും സംസാരിക്കാതെ നിന്റെ ഭാര്യ അമ്മണിക്കുട്ടിയോട് മാത്രം സംസാരിക്കുന്നത് നിന്റെ ശനിദേശയുടെ തുടക്കമാണ്. മനസ്സിലായില്ലേ? അവളെ പറഞ്ഞ് വിലക്കണം. ഇല്ലേ നിന്റെ ഗതി അതോ ഗതി. നീ കുളിക്കടയിൽ പോയോ? പോയി. അവിടെ വെച്ച് ആരോടെങ്കിലും സംസാരിച്ചോ? സംസാരിച്ചു. ആരോട്? അമ്മിണിക്കുട്ടിയോട്. അമ്മണിക്കുട്ടിയോ? അവളെന്ത് ആരാടി? എന്റെ ആരുമല്ല, ആരും ആയിരുന്നുമില്ല. എന്ത് പറഞ്ഞു? നീ എന്നെ മര്യാദ പഠിപ്പിക്കാറായോ? തൊട്ടു പോകരുത് എന്നെ. നിങ്ങളുടെ ഇഷ്ടത്തിന് തുള്ളുന്ന പാവയാണ് ഞാനെന്ന് കരുതിയോ? എന്താണ് അതിന്റെ അർത്ഥം? ദയവ് ചെയ്ത് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കണം. ഈ വീട്ടിൽ നിന്ന് നീ ജീവനോടെ പുറത്തു പോകില്ല. നീ എന്ത് ഭാവിച്ചുകൊണ്ടാണ്? എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. അച്ഛന്റെ കാര്യം നോക്കിയാൽ മതി. ഇങ്ങോട്ടിരിക്കൂ. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി മോനെ. നിന്നെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് ക്ഷമിക്കണം. അതോർത്ത് വിഷമിക്കണ്ട, എനിക്കൊരു പരിഭവമില്ല. ചായ കുടിക്കും മോനെ. വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതാ. ഞാൻ ഇറങ്ങട്ടെ. ഇതെന്താ ഈ പാത്രത്തിൽ? പ്രസാദാ? എനിക്ക് തോന്നി. കേശവൻകുട്ടിയുടെ വീടേതാ? ഞാൻ ബോംബെയിൽ നിന്ന് വരിക. എന്റെ മകളെയാ കേശവൻകുട്ടി വിവാഹം കഴിച്ചിരിക്കുന്നത്. കേശവൻകുട്ടി അറിയില്ലേ? സുജാതയുടെ അച്ഛനാണല്ലേ? ഏത് സുജാത? ഞാൻ പറഞ്ഞ ആലിസിന്റെ കാര്യ.
കേശവൻകുട്ടി നാട്ടിലേക്ക് പോന്ന ശേഷം ഒരു കത്ത് പോലും അയക്കാത്ത കാരണം അവൾ ആകെ തളർന്നിരിക്കുക. അവൾക്ക് കത്തയച്ചില്ലെങ്കിലും പോട്ടെ, കൊച്ചുമോനെങ്കിലും ഒരു കത്ത് അയക്കായിരുന്നു. കൊച്ചുമോനെന്ന് പറഞ്ഞ കേശവൻകുട്ടിയുടെ മോൻ തന്നെ. വരട്ടെ, ഒക്കുമെങ്കിൽ നാളെ തന്നെ കേശവൻകുട്ടി അങ്ങോട്ട് തിരിച്ചു പോകണം. ഭഗവാനെ, കട അടക്കി. കട അടക്കി നിസ്സകരിച്ച ഞാൻ കട തുറക്കാൻ പോവാ. എന്തേ ഇനി ഈ കട തുറക്കണോ അടയ്ക്കണോ എന്ന് അനന്തം തീരുമാനിക്കും. ഈ കട കേശവൻകുട്ടിയുടെ അച്ഛൻ വാസുവിൻ്റെതാ, അതായത് എന്റെ അനന്തന്റെ അച്ഛൻ്റെതല്ല. ഞാൻ ഈ കട തുറക്കും, കച്ചവടം ചെയ്യും. എടാ, മാറണം അങ്ങോട്ട്. ഒളിച്ച് കിടന്ന് അയ്യത്തല്ലേടാ. കച്ചവടം നടത്തുന്നത് കാണണമല്ലോ. അതേ മോൻ കൂടെ നാട്ടുകാരെ പറ്റിക്ക് നടക്കും. കേശവൻകുട്ടി, ഈ കട ഇന്നു പോലെ എന്റെയാണ്. കട ഞാൻ പൊളിക്കും. തടയാനാണ് ഭാവമെങ്കിൽ നിന്റെയും നിന്റെ തന്തയുടെയും ശവമായിരിക്കും ബാക്കി. ഈ അക്രമത്തിന് പകരം ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ? കേശവൻകുട്ടി, അച്ചടങ്ങിയിരിക്കെ. ഇതിനെന്ത് പകരം ചെയ്യണമെന്ന് കേശവൻകുട്ടിക്ക് അറിയാം. വാ, അടിച്ചു പൊളിക്കടാ. അന്തേട്ടാ, നാട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയോ? താൻ ആരാ ചോദിക്കാൻ? ഈ പറമ്പ് ഇപ്പൊ കേശവൻകുട്ടിയുടേതാ. അയാൾ പറഞ്ഞു ഒളിച്ചു മാറ്റാൻ അതിനുള്ള കൂലി മുൻകൂർ വാങ്ങിയിട്ടുണ്ട്. കൂലി തിരിച്ചു കൊടുത്തിട്ട് കേശവൻകുട്ടിയോട് പറഞ്ഞേരെ പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന്. തന്റെ ഒരു സമ്മതം.